നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ മെത്തേഡ് ആയിരുന്നു. അതിൽ ആറാമത്തെ സബ് ഡിവിഷൻ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൾറെഡി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള സബ് ഡിവിഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൾറെഡി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ജേർണൽ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. They have to consider whether these debentures are issued before maturity or on maturity. Okay, before maturity ആണോ ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സ് ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് ബിഫോർ മെച്യൂരിറ്റി ആണോ റെഡീം ചെയ്യുന്നത് ഓർ ഓൺ മെച്യൂരിറ്റി ആണോ റെഡീം ചെയ്യുന്നത് എന്നുള്ള കേസ് കൺസിഡർ ചെയ്യണം. എന്താണ് ബിഫോർ മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. 2017 ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. 2017 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 5 ഇയേഴ്സ് അതായത് 2022 ഈ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഡിബഞ്ചേഴ്സ് ആണ്? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യേണ്ടത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യേണ്ടത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 2017 ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് 2022 റിഡീം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ചില ആൾക്കാർക്ക് കമ്പനി ഓപ്ഷൻ കൊടുക്കുകയാണ്. ദേ ക്യാൻ റിഡീം അറ്റ് 2020 ഇറ്റ്സെൽഫ്. റിഡീം അറ്റ് 2020 ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ പീരീഡ് ബിഫോർ മെച്യൂരിറ്റി. ഓക്കെ, 2022 മുമ്പായിട്ടാണ് റിഡീം ചെയ്യുന്നത്. 2020 അതായത് 3 വർഷം തേർഡ് ഇയറിൽ തന്നെ എന്ത് ചെയ്തു? തേർഡ് ഇയറിൽ തന്നെ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബിഫോർ മെച്യൂരിറ്റി റിഡംഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് ബിഫോർ മെച്യൂരിറ്റി എന്ത് ചെയ്തു? റിഡീം ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ദിസ് ഇസ് ബിഫോർ മെച്യൂരിറ്റി കേസ്. അതായത് 2017 ഇഷ്യൂ ചെയ്ത സംഭവം 2022 ശരിക്കും റിഡീം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ 2020 റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ കേസ് ഓഫ് ബിഫോർ മെച്യൂരിറ്റി. ആൻഡ് ഓൺ മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2017 ഇഷ്യൂ ചെയ്തതിനെ 2020 എന്നാണ് റിഡംഷൻ ടൈം കൊടുത്തിട്ടുള്ളതെങ്കിൽ 2020 തന്നെ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓൺ മെച്യൂരിറ്റി എന്ന് പറയാം. ഓക്കെ, ബിഫോർ മെച്യൂരിറ്റിയുടെ കേസിൽ നമുക്കൊരു നെറ്റ് പ്രൊസീഡ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നെറ്റ് പ്രൊസീഡ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇതെന്താണ് പറയുന്നത്? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാണ്. സോ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിഫോർ മെച്യൂരിറ്റിയുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നെറ്റ് പ്രൊസീഡ്സ് ആണ്. നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തിരിക്കും എന്ത്? നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ബിഫോർ മെച്യൂരിറ്റിയുടെ കേസിൽ നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തിരിക്കും കണ്ടുപിടിക്കുക. ബാക്കിയുള്ള കേസുകളിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്? ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട്. ബിഫോർ മെച്യൂരിറ്റിയുടെ കേസിൽ മാത്രം നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ടിനെ ലെസ് ചെയ്യുന്നതിനാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്.
ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി പ്രൊവിഷൻ പ്രകാരം ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, സോ അത് കാരണം തന്നെ എന്താണ്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് റിഡംഷൻ പീരീഡിന് മുമ്പായിട്ട് റെഡീം ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണെന്ന് വരും. സോ അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കുന്നത് നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റിയിൽ റെഡീമബിൾ അറ്റ് പാർ എന്നുള്ള കേസിൽ നമ്മൾ ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെഡീമബിൾ അറ്റ് പ്രീമിയം, അതായത് ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് നമ്മൾ മെച്യൂരിറ്റിക്ക് മുമ്പായിട്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ, അത് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആണ്, ഞാൻ എഴുതി കാണിച്ചു തരാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ premium on redemption of debentures account debtor to discount on issue of debentures account to statement of P&L account to debenture holders account. So redeemable at par ആണെങ്കിൽ എന്തായിരുന്നു ജേർണൽ എൻട്രി? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നായിരുന്നു ജേർണൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ സിംപ്ലി ഇവിടെ ഒരു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആയിട്ട് കയറി വരും. എന്തിനാണ് നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ദിസ് ഇസ് എ ലോസ്, ഇതൊരു ലോസ് ആയത് കാരണം അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നേർക്ക് എന്തൊക്കെയായിരിക്കും എമൗണ്ട് വരിക എന്നുള്ളത് നോക്കാം. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്ക് ഫേസ് വാല്യൂ, എത്രയാണോ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത് ആ റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ ആണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്ററിൻ്റെ നേർക്ക് എഴുതാം, ഡെബിറ്റ് ചെയ്യാം. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്ക് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ പ്രീമിയം പേയബിൾ ഓൺ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്ക് എഴുതാം. ഇനി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിൻ്റെ നേർക്കും നമ്മൾ ലൈവ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും കൂടി പറയാം. നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണോ ഇനി റൈറ്റ് ഓഫ് ചെയ്യാനുള്ളത് അതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്ക് എഴുതുക, യെറ്റ് ടു ബി റിട്ടൺ ഓഫ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിൻ്റെ നേർക്ക് ഓൾറെഡി റിട്ടൺ ഓഫ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് എഴുതുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിൻ്റെ നേർക്ക് ഓൾറെഡി റിട്ടൺ ഓഫ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് എഴുതുക. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. 2017 ആണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആൻഡ് 2022 ഈ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യേണ്ടത്. ഓക്കെ, റെഡീം ചെയ്യേണ്ടിയിരുന്നത് 2022 റെഡീം ചെയ്യേണ്ടിയിരുന്നത് 2022 അതായത് 5 വർഷത്തിൻ്റെ കാലയളവാണുള്ളത്. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണ്. സോ ഈ 5 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. ഓരോ വർഷം ഓരോ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആനുവലി ഓരോ ശതമാനമായിട്ട് അല്ലെങ്കിൽ ഓരോ ഈക്വൽ ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ 5 വർഷമായിരിക്കും ടോട്ടൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. ഇനി 2022
2022 റെഡീം ചെയ്യേണ്ടിയിരുന്ന ഡിബഞ്ചേഴ്സിനെ നമ്മൾ 2020 റെഡീം ചെയ്തു എന്ന് വിചാരിക്കുക. റെഡീം ചെയ്തെങ്കിൽ നമ്മൾ എത്ര വർഷത്തിൻ്റെയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത്? 2017 തൊട്ടിട്ട് 2022 ആയിരുന്നു റെഡീം ചെയ്യേണ്ട കാലയളവ്. സോ നമ്മൾ 2018, 19, 20, 21, 22 എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടിയിരുന്നത്. 5 വർഷത്തെ ടൈമിൽ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്. 2020 തന്നെ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ 18-ലെയും 19-ലെയും 20-ലെയും ഡിസ്കൗണ്ട് മാത്രമാണ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 3 വർഷത്തെയാണ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. ഈ 3 വർഷത്തെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിന്റെ നേർക്ക് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് റിട്ടേൺ ഓഫ് 3 വർഷത്തെയാണ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത്. ആ എമൗണ്ട് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L അക്കൗണ്ടിന്റെ നേർക്ക് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് അപ്പോൾ ഏതായിരിക്കും എഴുതുക? 2020 റെഡീം ചെയ്തു. ഇനി റൈറ്റ് ഓഫ് ചെയ്യാനുള്ളത് ഏതൊക്കെ വർഷമാണ്? 21 and 22. ആ ഒരു 2 വർഷത്തെ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ആ ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് എഴുതേണ്ടത്. ഡിസ്കൗണ്ട് യെറ്റ് ടു ബി റിട്ടേൺ ഓഫ്, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാത്ത ഡിസ്കൗണ്ടിനെയാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് എഴുതേണ്ടത്. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നെറ്റ് എമൗണ്ട് ആണ് എഴുതേണ്ടത്. നെറ്റ് എമൗണ്ട് ആണ് എഴുതേണ്ടത്. സോ ഇതാണ് റെഡീമബിൾ അറ്റ് പ്രീമിയം കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റിയിൽ റെഡീമബിൾ അറ്റ് പ്രീമിയത്തിൽ വരുന്ന ജേർണൽ എൻട്രി. ഇതാണ് നിങ്ങളുടെ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഡിബഞ്ചേഴ്സിന് കൺവേർഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഈ ഡിബഞ്ചേഴ്സിന് പകരമായിട്ട് പുതിയ ഡിബഞ്ചേഴ്സ് അതല്ലെങ്കിൽ പുതിയ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം, അത് ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രീമിയത്തിൽ അല്ലെങ്കിൽ പാറിലായിരിക്കും. സോ അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇഷ്യൂ അറ്റ് പാർ ആണെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി അത് പ്രീമിയത്തിലാണെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും കൂടി വരും. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നും കൂടി നമ്മൾ എഴുതും. സോ ഇതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ നമ്മൾ ഇനി ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ 6th 1 ബി സെക്ഷനിൽ റെഡീമബിൾ അറ്റ് പ്രീമിയത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പേജ് നമ്പർ 42. സോ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതുക. പേജ് നമ്പർ 42 എക്സാമ്പിൾ നമ്പർ 22. എക്സാമ്പിൾ നമ്പർ 22. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. A Limited had issued 2000 10% debentures of ₹100 each at a discount of 10% on 1/4/2017, redeemable at a premium of 20% after 5 years. These debentures were given the option to convert their debentures into equity shares of ₹100 each at any time before maturity. The holders of 400 debentures out of the above exercised the option on 31st March 2020. Write journal entry for conversion. Assume that the equity shares are issued at 10% premium. So question എന്താണ് പറയുന്നത്? A Limited എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. 10% ഡിബഞ്ചേഴ്സ് ആണ്. ഒരെണ്ണത്തിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ് ഫേസ് വാല്യൂ. ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു. ഡിസ്കൗണ്ടിന്റെ റേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഡിസ്കൗണ്ട് റേറ്റ് 10% ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിന്റെ എത്ര എണ്ണമാണ്? 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്.
പിന്നെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഈ ഡിബഞ്ചേഴ്സിനെ റെഡീം ചെയ്യേണ്ടത് അതിനേക്കാളും മുമ്പ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2017 1st April 2017 ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇതിനെ റെഡീം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പ്രീമിയം 20% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യേണ്ടത്. ആഫ്റ്റർ 5 years 5 വർഷങ്ങൾക്ക് ശേഷമാണ് റെഡീം ചെയ്യേണ്ടത്. ഇനി ഈ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടു കൺവേർട്ട് ദെയർ ഡിബഞ്ചേഴ്സ് ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. ബിഫോർ മെച്യൂരിറ്റി കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹോൾഡേഴ്സ് ഓഫ് 400 ഡിബഞ്ചേഴ്സ് 400 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ 400 ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ബിഫോർ മെച്യൂരിറ്റി ഈ കൺവേർഷൻ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ 31st March 2020 2017 ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് 2022 5 yearsന് ശേഷമായിരുന്നു റെഡീം ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് 400 ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു? 2020 തന്നെ കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിബഞ്ചേഴ്സ് ഇക്വിറ്റി ഷെയർസിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കേസ് ഓഫ് ബിഫോർ മെച്യൂരിറ്റി റിഡംഷൻ ആണ്. റിഡംഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ആൻഡ് അതിന് പകരമായി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 10%. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയം എന്ന് പറയുന്നത് എത്രയാണ്? 10% റേറ്റിലാണ്. 10% റേറ്റ്. ഇക്വിറ്റി ഷെയർസിന്റെ ഫേസ് വാല്യൂ 100 രൂപ തന്നെയാണ്, 100 rupees തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ആൻസർ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. എത്ര ഡിബഞ്ചേഴ്സ് ആണ് റെഡീം ചെയ്യുന്നത്? 400 ഡിബഞ്ചേഴ്സ് ആണ് റെഡീം ചെയ്യുന്നത്. 2000 ഡിബഞ്ചേഴ്സിൽ 400 ഡിബഞ്ചേഴ്സ് ആണ് റെഡീം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 തന്നെ റെഡീം ചെയ്യുന്നത് ബിഫോർ കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ബിഫോർ മെച്യൂരിറ്റി. ഓക്കെ, കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ബിഫോർ മെച്യൂരിറ്റി 400 ഡിബഞ്ചേഴ്സ് ആണ് റെഡീം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് പേയബിൾ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവേർഷൻ മെത്തേഡിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ബിഫോർ മെച്യൂരിറ്റി കൺവേർട്ട് ചെയ്യുമ്പോൾ എമൗണ്ട് പേയബിൾ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഇവിടെ എമൗണ്ട് പേയബിളിൻ്റെ ഫോർമുല വരുന്നത് നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രീമിയം എമൗണ്ടും കൂടി പേ ചെയ്യണം. സോ നെറ്റ് പ്രൊസീഡ്സിൻ്റെ ഒപ്പം പ്രീമിയം കൂടി പേ ചെയ്യുമ്പോൾ എമൗണ്ട് പേയബിളിൻ്റെ ഫോർമുല എന്താണ് വരുന്നത്? നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് പ്രീമിയം. ഇനി നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ 400 ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ റെഡീം ചെയ്യുമ്പോൾ എത്രയാണ് എമൗണ്ട് പേ ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എത്രേൻ്റെ ഫേസ് വാല്യൂ ആണ്? 400 ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ. ഒരെണ്ണത്തിന് 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ലെസ് ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? 10% ഡിസ്കൗണ്ട് റേറ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്കൗണ്ട് റേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ്? 10% ഡിസ്കൗണ്ട്.
ഡിസ്കൗണ്ട് എപ്പോഴും ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 400 × 100 40,000 രൂപ. സോ ഇതാണ് ഡിസ്കൗണ്ട് ആൻഡ് ഇത് ഫേസ് വാല്യൂ. സോ 40,000 രൂപയാണ് ഫേസ് വാല്യൂ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 40,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 4,000 രൂപ. സോ നെറ്റ് പ്രൊസീഡ്സ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 36,000 രൂപയാണ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ പ്രീമിയം കൂടി ആഡ് ചെയ്താൽ എമൗണ്ട് പേയബിൾ കിട്ടും. സോ പ്രീമിയം എത്രയാണ്? നമ്മൾ റെഡീം ചെയ്യുന്നത് 20% പ്രീമിയത്തിലാണ്. സോ പ്രീമിയം കണ്ടുപിടിക്കേണ്ടത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ്. 20% ഓഫ് ഫേസ് വാല്യൂ ഓഫ് 400 ഡിബഞ്ചേഴ്സ്. അതെത്രയാണ് വരുന്നത്? 20% ഓഫ് 400 × 100. 400 ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 100 രൂപയാണ്. സോ 400 ഡിബഞ്ചേഴ്സിന് 400 × 100. സോ 20% ഓഫ് 40,000 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 8,000 റുപ്പീസാണ് പ്രീമിയമായിട്ട് വരുന്നത്. ഈ പ്രീമിയം ഈ നെറ്റ് പ്രൊസീഡ്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് പേയബിൾ കിട്ടും. സോ എമൗണ്ട് പേയബിൾ is equal to 36,000 plus 8,000. 36,000 plus 8,000 എത്രയാണ്? 44,000 റുപ്പീസാണ് നമുക്ക് എമൗണ്ട് പേയബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇഷ്യൂ പ്രൈസും കൂടി അറിയണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എമൗണ്ട് പേയബിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് ഓഫ് ന്യൂ ഷെയർസ്, പുതിയ ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇഷ്യൂ പ്രൈസ് ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 100 രൂപ ഫേസ് വാല്യൂ 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 100 പ്ലസ് 10% ഓഫ് 100 is equal to 110 റുപ്പീസാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. എമൗണ്ട് പേയബിൾ 44,000 കിട്ടും. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 110 രൂപയും കിട്ടും. ഇനി നമുക്ക് എന്താണ്? ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ്, നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എമൗണ്ട് പേയബിൾ ദിസ് വൺ ഡിവൈഡഡ് ബൈ ദിസ് വൺ, 1 divided by 2. എമൗണ്ട് പേയബിൾ ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ് കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കിട്ടും. ആൻഡ് അത് എത്രയാണ്? 44,000 ഡിവൈഡഡ് ബൈ 110 എന്ന് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 400 ഷെയർസ് ആണ് നമ്മൾ റിഡംഷൻ എമൗണ്ട് അല്ലെങ്കിൽ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 400 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 400 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. സോ ഇത്രയാണ് നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇനി നമുക്ക് നമ്മുടെ ജേർണൽ പ്രിപ്പയർ ചെയ്യാം. ജേർണൽ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം ജേർണൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 4 കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, 2 എമൗണ്ട് കോളം, ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റും. സോ ആദ്യം നമുക്ക് എന്താണ്? റിഡംഷൻ ഉള്ള ജേർണൽ എൻട്രി ആണ് പാസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പാസ് ജേർണൽ എൻട്രി ഫോർ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് കാരണം തന്നെ റെഡീം ചെയ്യുന്നത് മുതലുള്ള ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ഡേറ്റ് എത്രയാണ് റെഡീം ചെയ്യുന്നത്? 31/3/2020 റിഡംഷൻ ചെയ്യുന്നു. റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിനെ നമ്മൾ കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ബിഫോർ മെച്യൂരിറ്റി പ്രീമിയത്തിൽ റെഡീം ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ജസ്റ്റ് ആ ജേർണൽ എൻട്രി എടുത്തിട്ട് എഴുതുക. 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്
debtor, premium on redemption of debentures account debtor, to discount on issue of debentures account, to statement of P&L account, to debenture holders account എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജേണൽ എൻട്രി പാസ് ചെയ്യാണ് ചെയ്യുന്നത്. So this is the entry for redeeming debentures that are already issued at discount and going to be redeemed before maturity. Before maturity redeem ചെയ്യാൻ പോവുകയാണ്. റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിൽ റെഡീം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജേണൽ എൻട്രി ആണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നേർക്ക് എത്രയാണ് എമൗണ്ടുകൾ എഴുതേണ്ടതെന്ന് നോക്കാം. 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് വരുന്ന എമൗണ്ട് ആണ്. എത്ര ഡിബഞ്ചേഴ്സ് ആണ് റെഡീം ചെയ്യുന്നത്? 400 ഡിബഞ്ചേഴ്സ് ആണ്. ഒരെണ്ണത്തിന് 100 രൂപയാണ് ഫേസ് വാല്യൂ. എപ്പോഴും ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിന് നേർക്ക് ഫേസ് വാല്യൂ ആണ് എമൗണ്ട് നമ്മൾ എഴുതുക. സോ 400 ഡിബഞ്ചേഴ്സിന് 100 രൂപ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 40,000 റുപ്പീസ് ആണ് ഡെബിറ്റ് ആയിട്ട് വരുന്ന റുപ്പീസ്. ഇനി പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് എത്ര ശതമാനത്തിനാണ്, എത്ര റേറ്റിനാണ് പ്രീമിയം പേ ചെയ്യേണ്ടത്? 20% പേ ചെയ്യേണ്ടത്. സോ 20% നിങ്ങളിവിടെ എഴുതുക. ഓഫ് എത്രയാണ്? 40,000. 40,000-ന് 20% ആണ് 8,000 രൂപയാണ് ഡെബിറ്റ് ആയിട്ട് വരിക. ഓക്കെ, പ്രീമിയം പേ ചെയ്യേണ്ടത് 8,000 രൂപയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് 8,000 രൂപയാണ് പ്രീമിയം പേ ചെയ്യേണ്ടിയിരുന്നത്. നെറ്റ് പ്രൊസീഡ്സ് പ്ലസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് പേബിളിൻ്റെ ഒപ്പം എഴുതിയില്ലേ, ആ 8,000 റുപ്പീസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് എത്ര എമൗണ്ട് എഴുതണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ തന്നെ നമ്മൾ റിഡംഷൻ അറ്റ് പാറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി ആക്ച്വൽ പീരീഡും ഒറിജിനൽ പീരീഡും അറിയാമെങ്കിൽ, റിഡംഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ പീരീഡും ഒറിജിനൽ പീരീഡും അറിയാമെങ്കിൽ ടോട്ടൽ ഡിസ്കൗണ്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, യെറ്റ് ടു ബി റിട്ടേൺ ഓഫും ഓൾറെഡി റിട്ടേൺ ഓഫും. യെറ്റ് ടു ബി റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇനി റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ടും റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ടും. ഓക്കെ, ഡിസ്കൗണ്ട് എത്രത്തോളം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ അതും ഇനി എത്ര ചെയ്യാനുണ്ടോ അങ്ങനെ ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഡിസ്കൗണ്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. യെറ്റ് ടു ബി റിട്ടേൺ ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേർക്കും ഓൾറെഡി റിട്ടേൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിൻ്റെ നേർക്കും എഴുതണം. ടോട്ടൽ ഡിസ്കൗണ്ട് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. 40,000-ൻ്റെ 10%-ലാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ 4,000 ആണ് ടോട്ടൽ ഡിസ്കൗണ്ട്. ഇതിൽ ഇനി റൈറ്റ് ഓഫ് ചെയ്യാനുള്ളത് എത്രയാണ്? 2017-ലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 2022 വരെയാണ് റിഡംഷൻ പീരീഡ് എന്ന് പറയുന്നത്. 2020-ൽ തന്നെ എന്ത് ചെയ്തു? റെഡീം ചെയ്തു. സോ 2020 തൊട്ടിട്ട് 22 വരെയുള്ള ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, 2020 തൊട്ടിട്ട് 22 വരെയുള്ള ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ 20, 21, 22 2 വർഷത്തെ 21, 22-ലെ ഡിസ്കൗണ്ട് ആണ് റൈറ്റ് ഓഫ് ചെയ്യാത്തത്. അപ്പോൾ 2 വർഷത്തെയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാത്തത്. ടോട്ടൽ 5 വർഷത്തിൽ 2 വർഷത്തെ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ പ്രപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ 4,000 ഡിബഞ്ചേഴ്സ് ആണ്. 4,000 ഡിബഞ്ചേഴ്സ് 2 വർഷത്തെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ ഇൻറ്റു 2/5. ടോട്ടൽ 5 വർഷമാണ് റിഡംഷൻ പീരീഡ്. സോ 4,000-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 2 വർഷത്തെ ഡിസ്കൗണ്ട് കാണാൻ ഇൻറ്റു 2 ചെയ്യുന്നു. സോ നമുക്ക് എത്ര കിട്ടും? 2,400 റുപ്പീസ് ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേർക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ബാലൻസ് എമൗണ്ട് ടോട്ടൽ 4,000 ആണ്. 4,000-ൽ 2,400 ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂവിൻ്റെ നേർക്ക് പോയാൽ ബാക്കി 1,600 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് നേർക്ക് വരും. സോ 4,000 ലെസ്
2400 ആണ് 1600 ആയിട്ട് കിട്ടുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത്. ബാലൻസ് എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ്. ബാലൻസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ 40,000 പ്ലസ് 8,000 നിന്ന് ഈ ക്രെഡിറ്റ് ടോട്ടൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്യുന്നു. 4,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 44,000 റുപ്പീസ് നമുക്ക് കിട്ടും. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് എമൗണ്ട് പേയബിൾ ആയിട്ട് കിട്ടിയത്? എമൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 44,000 എന്ന് പറയുന്നത്. സോ 44,000 ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ റിഡംഷനുള്ള ജേർണൽ എൻട്രി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇതിലെ എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞിട്ട് നരേഷൻ കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതേ ഡേറ്റിൽ തന്നെ 31/3/20 തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള 44,000 രൂപ നമ്മൾ ന്യൂ ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കൊടുത്തു തീർക്കുന്നു. സോ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് ഇനി കാണിക്കേണ്ടത്. ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മുടെ ജേർണൽ എന്തായിട്ട് വരും? ഡിബഞ്ചർ ഹോൾഡേഴ്സ് account debtor to equity share capital account to security premium reserve account എന്ന് പറഞ്ഞിട്ട് വരും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നേർക്ക് ഈ 44,000 രൂപ തന്നെ എടുത്തിട്ട് ഡെബിറ്റിൽ എഴുതുക. ഇനി ക്രെഡിറ്റിലെ എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ 400 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 400 ഷെയർസ് ഒരെണ്ണത്തിന് 100 രൂപയാണ് ഫേസ് വാല്യൂ. സോ എത്രയാവും വരിക? 40,000 രൂപ. 40,000 രൂപയുടെ ഷെയർസ് ആണ്, അല്ലെങ്കിൽ 40,000 രൂപ ഫേസ് വാല്യൂ വരുന്ന ക്യാപിറ്റലാണ്, ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നേർക്ക് എത്രയാണ് പോവുക? 40,000ന്റെ 10% ആണ് എന്ത്? പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അവസാനം ഒന്ന് നോക്കിയാൽ മതി. അസ്യൂം ദാറ്റ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ 10% പ്രീമിയം ആണ് ഇവിടെ വരുന്നത്. ആ 10% നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ 40,000ന്റെ 10% എന്ന് പറയുമ്പോൾ 4,000 റുപ്പീസ്. സോ നമുക്ക് എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള 44,000 രൂപ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് 44,000 രൂപ കൊടുത്തു തീർക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അത്രയും വിലയുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ജേർണൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 42 എക്സാമ്പിൾ നമ്പർ 22 ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ് 400 കണ്ടുപിടിച്ചു. എമൗണ്ട് പേയബിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 44,000 റുപ്പീസ് എന്ന് കണ്ടുപിടിച്ചു. ഇഷ്യൂ പ്രൈസ് ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറയുന്നത് 110 രൂപയാണെന്ന് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്ന് പറയുന്നത് 400 ആണെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്തു. ഇത്രയാണ് നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, ചെറിയ പോർഷൻ കൂടിയേ ഉള്ളൂ. നമ്മൾ റിഡംഷൻ ബൈ കൺവേർഷനിൽ കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റി കണ്ടു. ഇനി കാണാനുള്ളത് എന്താണ്? കൺവേർഷൻ ഓൺ മെച്യൂരിറ്റി. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി തന്നെയാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്താണ് ഇനി കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. If debentures issued at discount are converted into shares or debentures on maturity, then it is converted on the basis of face value or nominal value and not at its proceeds. In such cases, the provisions of the Companies Act are not violated because the discount on issue of debentures has already been written off. So, ഈ കേസിൽ എന്താണ് പറയുന്നത്? കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി ആണ്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്.
അല്ലെങ്കിൽ റെഡീം ചെയ്യുന്നത് എങ്കിൽ ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂ അല്ലെങ്കിൽ എമൗണ്ട് പേയബിൾ എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്തത് കാരണം തന്നെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. കമ്പനീസ് പ്രൊവിഷൻ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം പ്രൊവിഷൻ്റെ വയലേഷനോ ഒന്നും ഇല്ല. സോ അത് കാരണം തന്നെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ന്യൂ ഷെയർസ് കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. പേജ് നമ്പർ 43 എക്സാമ്പിൾ നമ്പർ 22 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് അതിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ അക്കൗണ്ട് ഒന്നും ക്രെഡിറ്റ് ചെയ്യാത്തത് കാരണം തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടൈപ്പ് പ്രോബ്ലം ആയിട്ട് തന്നെയാണ് അതിൽ പറയുന്നത്. സോ നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോബ്ലം മനസ്സിലാവും. ഇഷ്യൂ ചെയ്യുന്നത് പാറിലും റെഡീം ചെയ്യുന്നത് പാറിലും അതേമാതിരി തന്നെ അതിന് പകരമായി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് പ്രീമിയത്തിലും എന്നുള്ള രീതിയിൽ തന്നെയാണ്. റെഡീം ചെയ്യുന്നത് പാറിലായത് കാരണം തന്നെ അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെക്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടും അതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന് പ്രീമിയത്തിലായത് കാരണം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്റ്റർ ടു ഷെയർസ് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേർണൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് നോക്കുക. സോ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ആൾ.